ஹலோ விஜய் சார், குட் மார்னிங். நான் வைத்தி பேசுகிறேன் சார். நான் இப்போ ஊட்டியில் இருக்கேன். நீங்கள் சொன்ன மாதிரி கேரளாவில் இருந்த ஒரு பர்சனுக்கு அப்பாயின்மெண்ட் கொடுத்தாச்சு. அவரை பார்த்து அவரை பேசியதுக்கப்புறம் அவரோட ஐடியாஸ் மோட்டிவ்ஸ் என்னன்னுள்ளது உங்களுக்கு ரிப்போர்ட் கொடுக்குறேன் சார். என்ன சார் சொல்கிறீங்க? எனக்கு மலையாளம் ரொம்ப நல்லாவே தெரியும் സാർ. ശരി സാർ, ഓക്കെ സാർ, കോൾ ചെയ്യേ. താങ്ക് യു. ഈ വിജയ് സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് ആണ്. അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ സിനിമയിലെ ഡയലോഗ് പോലെ നമ്മ യാറെങ്கிறது മുഖ്യമല്ലേ, നമ്മളാളെ എണ്ണ മുടിയുണ്ടതാ മുഖ്യം. ആരോ വരുന്ന 10 മണിക്ക് അപ്പം പറഞ്ഞിരിക്കുന്നത് അമ്പിളിക്കുട്ടൻ, തഗ് അമ്പിളിക്കുട്ടൻ. ഓക്കെ, വരട്ടെ. I am waiting. I am coming. മിസ്റ്റർ തഗ് അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടായി. I am വൈദി. വിജയ് സാറ് പാക്ക് പാക്കാ ചുണ്ണാമ്പ്. ചുണ്ണാമ്പാ? വിജയ് സാറിനെ പാക്കണം. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. മലയാളം അറിയാമോ? ഈ രക്ഷോട്ട് നിങ്ങളെ കാണണം സാറ് പറഞ്ഞിട്ടുണ്ട്. സാറിന് നിങ്ങളുടെ ഐഡിയാസ് എന്താണ്, പുതിയ മോട്ടീവ്സ് എന്താണെന്ന് എല്ലാം അറിയണം. എന്താണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നതിനുള്ള കാരണം? മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ വിജയ് സാർ ഒരു പാർട്ടി തുടങ്ങി 2 വർഷം കൊണ്ട് മുഖ്യമന്ത്രി ആയില്ലേ? അതെ. അതുപോലെ എനിക്കും ഒരു പാർട്ടി തുടങ്ങി 1 വർഷം കൊണ്ട് മുഖ്യമന്ത്രി ആവണം. വിജയ് സാറാണ് അദ്ദേഹം തുടങ്ങിയ പാർട്ടി TVK എന്ന പാർട്ടിയാണ്. നിങ്ങളുടെ പാർട്ടിയുടെ പേര് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കും അങ്ങനെ പേരിട്ട് തന്നിട്ടുണ്ട് പാർട്ടിക്ക്. എന്താണ് പേര്? നമ്മൾ AVK. TVK എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം തമിഴ്നാട് വെട്രി കഴകം. അപ്പൊ AVKയുടെ ഫുൾ ഫോം എന്താണ്? അത് എനിക്ക് വായിക്കാറിഞ്ഞൂടാ. മറ്റേ കൊച്ചഗ്രാണ് എഴുതി തന്നത് ഇംഗ്ലീഷിൽ. AVK അമ്പളിക്കുട്ട് വട്ട് കിഴങ്ങൻ. നിങ്ങളുടെ സുഹൃത്ത് തന്നെയാണ് അത്. വർഷങ്ങളായിട്ട് അറിയാമോ? അറിയാം. അപ്പൊ കറക്റ്റ് ആണ് ഈ പാർട്ടിയുടെ പേര്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്. മറ്റെല്ലാം ചുമ്മാ. നിങ്ങൾ എങ്ങനെയാ വന്നേ? ഞാന് മറ്റേ സൈക്കിളിൽ. കേരളത്തിൽ നിന്ന് ഇതുവരെയോ? ഇതുപോലെ ബസ് അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ കാർ പിടിച്ചു വന്നു ഇവിടെ? അത് ഞാൻ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറി. അപ്പൊ എന്റെ കാശ് തീർന്നു പോയി. പബ്ലിക് ടോയ്ലറ്റിൽ കയറി കാശ് തീരൂ? അങ്ങനെ തീരൂല. ഞാൻ അതിനകത്തിരുന്ന് കക്കൂസി ഇരുന്നിട്ടേ ഒരു പാട്ട് പാടി. അപ്പൊ അപ്പുറത്തൊരുത്ത വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കക്കൂസി ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടുന്ന് വേറൊരു പാട്ട് പാടി. അവസാനം ഞാൻ 2 കട്ടക്ക് പിടിച്ചു, അവൻ 8 കട്ടക്ക് പിടിച്ചു. അവസാനം അന്താക്ഷരി കളിയായി. ഞാൻ സായിൽ തുടങ്ങും, പായിൽ നിർത്തും. അവൻ പായിൽ തുടങ്ങും, ഞാൻ രായി തുടങ്ങും. അങ്ങനെ രാത്രി 10 മണിക്ക് കയറി ഞാൻ പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് ഇറങ്ങി വന്നത്. 10,000 രൂപ. അവന് 7,500 രൂപയായി. അന്താക്ഷരി കളിച്ചത് നന്നായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാരുടെ സ്കൂട്ടറോ ബൈക്കോ വാങ്ങിക്കൊണ്ട് വരാം. സ്കൂട്ടറിൽ പോകില്ല. ഞാൻ എപ്പോ സ്കൂട്ടർ എടുത്താലും അപ്പൊ എനിക്ക് പെറ്റി അടിക്കും. പെറ്റി? ഹെൽമെറ്റ് വെക്കില്ലല്ലേ? ഹെൽമെറ്റ് ഒക്കെ വെക്കും. പിന്നെ അതല്ല, ഞങ്ങൾ അവിടെ ഒരു പാലം ഉണ്ട്. ഈ പാലത്തിൽ അങ്ങോട്ടേ പോകാൻ പറ്റൂ, ഇങ്ങോട്ട് വരാക്കൂല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒൺവേ. അത് തന്നെ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ഇങ്ങോട്ടും വരും. അതിനാ അങ്ങനെ വരുന്നത്? അത് നിയമമല്ലേ? ഇല്ല, എനിക്ക് എന്റെ അച്ഛനെ അനുസരിക്കണം. അച്ഛനനുസരിക്കണം. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ വേലക്കാരി അടുത്ത് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അനുസരണം. നിങ്ങളിപ്പോ ഈ തമിഴ്നാട്ടിൽ വന്നെന്ന് കരുതുക, പുതിയ പാർട്ടി രൂപീകരിച്ചെന്ന് കരുതുക. ചെയ്ത് കഴിഞ്ഞു. ആദ്യം നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് വിജയ് സാറിനെ പോലെ എനിക്ക് CM മുഖ്യമന്ത്രി ആവണം. വിജയ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം CM ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം അത്രയാണ്. അദ്ദേഹം ചെയ്യുന്ന നന്മകളാണ്. അദ്ദേഹത്തിന്റെ മരിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി മരിക്കാൻ വിജയ് സാറും തയ്യാറാണ്. അത് വിജയ് സാറാണ്. എനിക്കുണ്ട് ആരാധകരെ. ഞാനും വിജയ് ആണ്. ഞാൻ എവിടത്തെ വിജയ്? നമ്മൾ അവിടുത്തെ ക്ലബ്ബിൽ ബിസ്ക്കറ്റ് അടിക്കുക എപ്പോഴും ഞാനാണ് വിജയ്. നിങ്ങൾ സെയിം ആവാൻ തീരുമാനിച്ചു. ശരി, വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഈ വിജയ് സാറ് ഞാൻ കാണുമ്പോഴേ അദ്ദേഹത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർലോക്ക് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും. അദ്ദേഹത്തിന്റെ വീടും മുറ്റമൊക്കെ ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതല്ല, അദ്ദേഹത്തിന്റെ പ്രൈവസിയിൽ ഞാൻ ഇന്റർലോക്ക് അങ്ങനെ വല്ലോ എന്ന് വെച്ചാ എത്തി നോക്കുന്ന ജീവിതം ഇന്റർഫെയർ സെയിം ആവും. അങ്ങനെ ഒരു കുഴപ്പമില്ല. സാറ് നല്ല മനസ്സുള്ള മനുഷ്യനാണ്, ഒന്നും പേടിക്കണ്ട. പിന്നെ എനിക്ക് നാട്ടിലൊന്നും നിൽക്കാൻ ഒക്കത്തില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. എനിക്ക് നാട്ടുകാരുടെ അടുത്തൊക്കെ പ്രതികാരം വീട്ടണം CM ആയിട്ട്. നാട്ടുകാരെ എന്തെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? നാട്ടുകാർ ഉപദ്രവിക്കുന്ന ചുമ്മാ എന്നിട്ട് അടിക്കുമെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരും പോകുന്നവനൊക്കെ ഇട്ട് അടിയാണ്. നമ്മളെ പേടിയില്ലാത്തോണ്ടാണ്. പിന്നെ അങ്ങനെ പറയണ്ട, എന്റെ പേടിയുള്ള ഒരുത്തനുണ്ട്. അതാര്? കേരള ലോട്ടറി. മനസ്സിലായില്ല. ഇന്നടിക്കും നാളെ അടിക്കും പറയുന്നല്ലോ. എന്റെ രോമത്തി തൊടാൻ പറ്റിയിട്ടില്ല. ശരി, ഞാൻ ചോദിച്ചത് വന്നു കഴിഞ്ഞാൽ ആദ്യം
പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിഴക്ക് പടിഞ്ഞാറ് സൈഡിൽ ഒരു വീട് വേണം. കിഴക്ക് പടിഞ്ഞാറ്, അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. കിഴക്ക് പടിഞ്ഞാറാകുമ്പോൾ നമുക്ക് സൂര്യോദയമൊക്കെ നേരെ കാണാൻ പറ്റും. ഈ കിഴക്ക് പടിഞ്ഞാറ് തന്നെ വേണമെന്ന് നിർബന്ധം എന്താണ്? അത് പിന്നെ ആളുകളെല്ലാം പറയുന്നു ഞാൻ ചുമ്മാ തെക്ക് വടക്ക് നടക്കുന്നവനാണ്. അതുകൊണ്ടല്ലേ? അതുകൊണ്ട് അതുള്ള. പക്ഷെ നിങ്ങളെ ഫാമിലിയുടെ കൂടെ കൊണ്ടുവരാം. ഫാമിലി ഇല്ല, ഡിവോഴ്സ് ആയി. ഇന്നലെ മറ്റേ കോടതിയിൽ നിന്ന് വിധി വന്നായിരുന്നു. എന്റെ ശമ്പളത്തിന്റെ പകുതി ഭാര്യയ്ക്ക് കൊടുക്കണം. അത് നഷ്ടമല്ലേ പകുതി ശമ്പളത്തിൽ നിന്ന് പോകുമ്പോ? ലാഭമാണ്, അത് പകുതിയെങ്കിലും എന്റെ ഇരിക്കുമല്ലോ. കറക്റ്റ് സംഭവം തന്നെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, അവള് ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി പിണക്കാണെങ്കിലും ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണ് അവൾ അയച്ചിരിക്കുന്നത്. എന്തോ നയിച്ചു? എനിക്ക് അവൾ അയച്ചേക്കുന്നു. വേണ്ട നോക്ക്, എഴുത്ത് കണ്ടോ? എന്താണ്? വാഴക്കാണോ എന്ന്? വഴക്കാണോ എന്നാണ് എഴുതിയിരിക്കുന്നത്. നാട്ടിലൊന്നും നിൽക്കാൻ ഒക്കില്ല സാർ. കാര്യം എന്താണ്? നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം. എന്റെ നാടും നാട്ടുകാരൊന്നും കൊള്ളത്തില്ലെന്ന്. അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ നാട്ടുകാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളണം. നമ്മുടെ നാട് നാട്ടുകാരുടെ പേര് പറയുമ്പോൾ അഭിമാനം കൊള്ളണം. അത് നമുക്ക് ഊർജ്ജമായിരിക്കണം എന്നും. ഒരു കല്യാണം അപ്പൊ അറിയാം നാട്ടുകാരെ കൊണം. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അതാണ് എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ആദ്യം ചെയ്യുന്നത്, ഞാൻ CM ആയി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോകും, അവരുടെ നന്മയ്ക്ക് വേണ്ടി. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണ്. എവിടേക്കാണ് ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത്? കാശി രാമേശ്വരം, അവിടുന്ന് നേരെ ഗോവ, അവിടുന്ന് കപ്പൽ മാർഗം. കപ്പൽ മാർഗോ? അല്ലോ, കപ്പൽ വേറെ മാർഗമൊന്നുമില്ല, പ്ലെയിനിൽ തന്നെ കയറ്റൂല, എടുത്തെറിയും. കപ്പൽ മാർഗം നേരെ പട്ടായ, അവിടെ നേരെ തിരിച്ച് ബോംബെയിൽ ചുവന്ന തെരുവിന്റെ അടുത്തുള്ള കടലിൽ ഇറങ്ങി ഒരു സ്നാനവും ചെയ്ത് ശുദ്ധിയും വരുത്തിട്ട് നേരെ തിരിച്ചു വരും. നല്ല യാത്രയാണ്. ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു CM ആയിരിക്കും താങ്കൾ. പിന്നെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനാഷണലി ചിന്തിക്കണം. വേൾഡിന്റെ പേര് നമ്മുടെ പേരോട് ചേർന്ന് വരണം. അങ്ങനെ എന്നെ പറയാറുണ്ട്. ആണല്ലേ? ഇന്റർനാഷണൽ വേൾഡ് എന്നൊക്കെ എന്നെ പറയാറുണ്ടല്ലേ? എനിക്കറിയാം, മനസ്സിലായി. എന്താണ് ഇന്റർനാഷണൽ പാഴ്, വേൾഡ് തോൽവി. അതെങ്ങനെ മനസ്സിലായി? അതിന്റെ ടേക്ക് ഓഫ് കൗണ്ടറിൽ തന്നെ മനസ്സിലായി. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ വിജയ് സാർ ചെയ്തില്ലേ, ഒരു 10-700 മറ്റേ ബിവറേജ് പൂട്ടിയില്ലേ? ബിവറേജ്, പക്ഷേ ഒരു ബിവറേജ് പൂട്ടിയതിന് കാര്യമുണ്ട്. 10-700 പൂട്ടിയെങ്കിലേ അതെല്ലാം ദേവാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ബസ് സ്റ്റാൻഡ്, അതിനടുത്തുള്ള ഷോപ്പുകളെ പൂട്ടിയിട്ടുള്ളത്. ടാക്സ് മാക് ഷോപ്പ്, മദ്യം കൊടുക്കുന്ന സ്ഥലം തന്നെയല്ല എന്തായാലും ഞങ്ങളെ ഭാഷയിൽ ബിവറേജ്. അത് പൂട്ടിയൊന്നും വിഷയമല്ല. ക്ഷേത്രങ്ങൾ, ദേവാലയത്തിന്റെ അടുത്തുള്ളത് മാറ്റാം, പിന്നെ സ്കൂളിന്റെ അടുത്തുള്ളത് പൂട്ടാം. പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പൂട്ടാൻ പാടില്ല. നമ്മളിപ്പോ അത്യാവശ്യമായിട്ട് ചെന്ന് ഇറങ്ങുന്നു, സാധനം വേണം, ഇനി അവിടെ ഇങ്ങോട്ട് ആട്ടോ വിളിച്ച് കിലോമീറ്റർ പോകണം. ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു 3 എണ്ണം തുറന്ന് കിട്ടു കൊടുക്കണം. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ CM ആയാൽ കുടിയന്മാർക്ക് ഒരു പ്രത്യേക ഓഫറും ഉണ്ട്. എന്താണ് ഓഫർ? അതായത് ബിവറേജ് വഴി 1 ലിറ്റർ ഇറക്കി വെച്ചാലും വലിഞ്ഞു പോകാത്ത എലാസ്റ്റിക് ഉള്ള കിടിലൻ ചാട്ടി അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യും. അത് നല്ലൊരു ഓഫറാണ്. പിന്നെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയില്ലേ ബസ്സിൽ, അത് ഞാൻ കട്ട് ചെയ്യും. സ്ത്രീകൾക്ക് അങ്ങനെ സുരക്ഷിതത്വം വേണ്ടേ? ഇല്ല, പുരുഷന്മാർക്കാണ് സൗജന്യ യാത്ര വേണ്ടത്. അല്ലെ, സ്ത്രീകളുടെ സൗജന്യ യാത്ര മാറ്റി പുരുഷന്മാർക്കാക്കുമെന്ന് പറഞ്ഞു. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്ത്രീകൾക്ക് സാധാരണയായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ അവർക്ക് പറ്റത്തില്ല, സാധിക്കില്ല. ആര് പറഞ്ഞു? സാറേ, പുരുഷന്മാരെ കട്ടിയും കഴിവ് കൂടുതൽ സ്ത്രീകൾക്കാണ്. ആര് പറഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ? പുരുഷന്മാരെ കട്ടിയും കഴിവ് കൂടുതൽ സ്ത്രീകൾക്കാണ്. നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിഞ്ഞു? എന്റെ പൊന്നു സാറേ, 5000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം അത് പറഞ്ഞു പേശി 150 രൂപയ്ക്ക് മേടിക്കാൻ പെണ്ണുങ്ങളെ കഴിഞ്ഞേ വേറെ ആരും. അത് കറക്റ്റ് ആണ്. പെട്ടെന്ന് നിങ്ങൾ ഐഡിയാസ് എല്ലാം ഒന്ന് പറയണം. ഞാൻ ബ്യൂട്ടി പാർലർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ സാറിന്റെ കൂടെ ഇലക്ഷൻ വർക്കിന് നടന്നേ, നല്ല വെയിലായിരുന്നു, അങ്ങനെ മുഖമൊക്കെ നല്ല ഡള്ളായി പോയി. ഫേഷ്യലൊക്കെ ചെയ്യണം. ബ്യൂട്ടി പാർലറിൽ പോകണ്ട, അതിന് വേറെ പരിപാടിയുണ്ട്. നമ്മൾ 1 കിലോ തക്കാളി മേടിക്കണം. തക്കാളി മേടിച്ച് അതിൽ നിന്ന് 1 തക്കാളി എടുക്കണം, മുറിക്കണം, മുഖത്ത് തേക്കണം, അരമണിക്കൂർ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കണം, എന്നിട്ട് പോയിട്ട് കഴുകി കളയണം. അപ്പൊ നമ്മൾ മേടിച്ചു വെച്ച മറ്റേ 1 കിലോ തക്കാളി ഇല്ലേ, അതിൽ നിന്ന് 1 തക്കാളി കുറഞ്ഞു കിട്ടും. ഒരു ചെയിനും കൂടെ സാറിന്റെ ഐഡിയാസ് എല്ലാം എനിക്ക് മനസ്സിലായി. വേറൊരു ഐഡിയ കൂടെ എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? വേറെ കൊതുക് ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് കൊതുക്, അല്ലേ? ചിക്കൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ കൊതുക് നിർമ്മാർജ്ജനം അത് നല്ലതാണ്. കൊതുകിന്റെ മുട്ടയിട്ട് പെരുവല്ലേ, വിഷം അടിച്ച് ഇല്ലാതാക്കുക. പിന്നെ നമ്മൾ അഹിംസ വിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ജീവികളെ നമ്മൾ കൊല്ലരുത്. പിന്നെ എങ്ങനെയാണ് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്? അതെന്ന് വെച്ചാൽ ഓരോ കൊതുകിനെയും പിടിച്ച് വന്ധീകരണം നടത്തും. ഒറ്റ കൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും സാറിനോട് ഞാൻ ഇതെല്ലാം റിപ്പോർട്ടെല്ലാം കൊടുക്കുന്നു. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ?
സാറിനെ കാണാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ സാറ് നിങ്ങൾ വന്നത് ഓർക്കാപ്പുറത്തായി പോയി. അല്ല സൈക്കിളിന്റെ പുറത്താണ്. ഞാൻ ഉദ്ദേശിച്ചത് വിജയ് സാറിന് ജനങ്ങളുടെ അടുത്ത് അഴിമതി കാണിച്ച് ആ കാശ് എടുത്ത് ജീവിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നല്ല ആസ്തിയുണ്ട്. ആ കാശിൽ നിന്നാണ് ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നത് അദ്ദേഹം. അങ്ങനെ അഴിമതി ഭരണോ ആയിരിക്കണം. അയ്യോ, എനിക്ക് അങ്ങനെ ആരെയും കാശെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അഴിമതി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കും ഉണ്ട് ആസ്തിയും അതൊക്കെ. നിങ്ങൾക്ക് എത്ര രൂപയുടെ ആസ്തിയുണ്ട്? 150. ഉള്ള 150 കോടി എന്ന് പറയുന്ന ഒരു കുറഞ്ഞ ആസ്തി അല്ല. 150 കോടിയല്ല, പിന്നെ 150 രൂപ. ഇത് എത്ര നാളത്തേക്ക് അഴിമതി നടത്താതിരിക്കാനാണ്? ഒരു ദിവസത്തേക്ക്. അത് കഴിയുമ്പോ വൈകുന്നേരം പൈസ തരും, ഞാൻ ഖജനാവി കൈയിട്ട് വാരും, അഴിമതി കാണിക്കും, ഖജനാവി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അതാണ് വരുംകാല തമിഴ്നാട് CM തഗ് അമ്പിളിക്കുട്ടൻ. തഗ് ഓഫ് ദ ഡേ. പിന്നെ അല്ല വിജയ് സാറ് ഞാനും കൂടെ ഒരു പൊളിക്ക് നോക്കിക്കോ. Yeah.